ഇന്ന സമയത്ത് നിങ്ങൾ മരിക്കും, ഇന്ന നക്ഷത്രമാണ്, ഇന്ന സമയമാണെന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് അതിജീവിക്കാൻ പറ്റില്ല. അല്ല, അതിജീവിച്ച് കഴിഞ്ഞാൽ ഇല്ല, അങ്ങനെ ജീവിക്കില്ല. അതല്ല നാടിയുടെ തത്വം എന്ന് പറയുന്നത്. 3 ഘട്ടങ്ങളാണ് മരണഘട്ടങ്ങളായിട്ട് പറയുന്നത്. അതായത് ആയുസ്, മധ്യായുസ്, പരമായുസ്. നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപകടങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ആപത്തുകൾ ഉണ്ടാവാം എന്ന് പറയാം. പക്ഷെ അവിടെ മരണം പറയില്ല. പക്ഷെ മരണം പറഞ്ഞാൽ അതിനപ്പുറത്തേക്കൊന്നും മാറ്റാൻ പറ്റില്ല. ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ആ സംഭവം ഉണ്ടാവും. മാറ്റി നമ്മുടെ രീതിയിലേക്ക് ആക്കി കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിലും ഈ നാടിയിൽ തെറ്റ് സംഭവിക്കും. ഈ നമ്മുടെ രീതിയിലേക്ക് നമുക്ക് എങ്ങനെ ആക്കാൻ പറ്റും? എൻ്റെ ജന്മം ഇപ്പോൾ 2026 ഇതിനു മുമ്പിട്ട് ഞാനൊരു 100 വട്ടമെങ്കിലും ജനിച്ചു കാണില്ല. എൻ്റെ മനുഷ്യനായിട്ട് 100 വട്ടവും ജനിക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ജന്മം കഴിഞ്ഞാൽ എന്തും ചെയ്തെടുക്കുവാനൊക്കെ സാധ്യമാകുന്ന പ്രായമാണ് ഇത്. 32 വയസ്സ്. ഇപ്പൊ പറഞ്ഞ 32 വയസ്സ്. ഈ 32 വയസ്സ് കഴിഞ്ഞാൽ ജീവിതത്തിന്റെ താളങ്ങൾ പതുക്കെ മാറണം. എന്തുകൊണ്ടാണ്? ജനിച്ചിട്ടില്ലാത്തൊരു കുട്ടിയുടെ ജീവിതം പറയാൻ കഴിയും. ഇപ്പോൾ നാഡീ ജ്യോതിഷം, പല നാഡീ ജ്യോതിഷം, ഇപ്പോൾ എൻ്റെ നാഡീ ജ്യോതിഷം വായിച്ചു. ഞാനിപ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോൾ ഈ രീതിയിൽ എനിക്ക് മരണപ്പെടുമെന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് മറ്റൊരു മാർഗം സ്വീകരിച്ച് ഞാൻ അതിൽ നിന്നും രക്ഷപ്പെടുന്നു. ഇപ്പം നമുക്ക് നേരത്തെ മുൻകൂട്ടി അറിയാമെങ്കിൽ നമുക്ക് നമ്മുടെ വിധിയെ മാറ്റാമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഗ്രന്ഥം അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മാറ്റി എഴുതിക്കൂടെ? നമ്മളോട് പറയുകയാണ്, നമ്മൾ 45-ാമത്തെ വയസ്സിൽ ഇന്ന സമയത്ത് നിങ്ങൾ മരിക്കും, ഇന്ന നക്ഷത്രമാണ്, ഇന്ന സമയമാണെന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് അതിജീവിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ അതിജീവിച്ച് കഴിഞ്ഞാൽ ഇല്ല, അങ്ങനെ ജീവിക്കില്ല. അതല്ല നാടിയുടെ തത്വം എന്ന് പറയുന്നത്. അതാണ് അതിനകത്ത് ഒരു ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. പക്ഷേ 3 ഘട്ടങ്ങളാണ് മരണഘട്ടങ്ങളായിട്ട് പറയുന്നത്. അതായത് ആയുസ്, മധ്യായുസ്, പരമായുസ്. ഈ 3 ഘട്ടം അയാൾ തരണം ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ഏറ്റവും അവസാനത്തെ മരണത്തിൽ അയാൾ ചെന്നെത്തപ്പെടുള്ളൂ. അത് പൂർണ്ണതയാണ്. പക്ഷേ 45-ാമത്തെ വയസ്സിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപകടങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ആപത്തുകൾ ഉണ്ടാവാം എന്ന് പറയാം. പക്ഷെ അവിടെ മരണം പറയില്ല. പക്ഷെ മരണം പറഞ്ഞാൽ അതിനപ്പുറത്തേക്കൊന്നും മാറ്റാൻ പറ്റില്ല. അതാണ് നാടിയിൽ ഏറ്റവും അവസാനം പറയുന്ന ഇന്ന നക്ഷത്രത്തിൽ നിങ്ങൾ മരിക്കപ്പെടുമെന്നുണ്ട്. പറയൂ, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ആ സംഭവം ഉണ്ടാവും. മരണത്തിന് അപ്പുറത്തേക്ക് നമുക്ക് തൊഴിലെടുക്കാം, അല്ലെങ്കിൽ വിവാഹമെടുക്കാം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നാടിയിൽ എഴുതിയിരിക്കുന്നതിന് അപ്പുറത്തേക്ക് അത് കേട്ടതിന് ശേഷം നമുക്കതിനെ മാറ്റി നമ്മുടെ രീതിയിലേക്ക് ആക്കി കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിലും ഈ നാടിയിൽ തെറ്റ് സംഭവിക്കും. ഈ നമ്മുടെ രീതിയിലേക്ക് നമുക്ക് എങ്ങനെ ആക്കാൻ പറ്റും? ഇപ്പോൾ നമ്മുടെ ചിന്തകൾ, ഇപ്പോൾ നമ്മൾ വളരെ വളരെ ഇതായിട്ട് ചിന്തിച്ച് എനിക്കതല്ല, എനിക്ക് ഇതിൽ തന്നെ പോകണം എന്ന് ചിന്തിച്ചിട്ടും നമ്മൾ അതിലൂടെ സഞ്ചരിച്ച് വരുമ്പോൾ നമ്മളൊരു വൃത്തത്തിൻ്റെ പുറത്ത് വൃത്തമായിട്ട് ഇങ്ങനെ വളഞ്ഞ് ചുറ്റിപ്പോകുന്നല്ലാതെ നമുക്ക് നിവരാൻ പറ്റില്ല. നമ്മളിങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് നമ്മുടെ കർമ്മം, അല്ലെങ്കിൽ എന്താണ് നമ്മളായിത്തീരേണ്ടതെന്ന് വ്യക്തമായിട്ട് അതിനകത്ത് എഴുതപ്പെട്ടിട്ടുണ്ട്. അതേ നമ്മളാവുള്ളൂ. അപ്പോൾ നമ്മളുടെ ചിന്തകളാണ് നമുക്ക്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് യൂസഫ് അലി ആകണം, നമ്മൾ അതിന് വേണ്ടി പ്രയത്നിച്ചിട്ടും നമ്മളൊന്നും ആകണില്ല. അപ്പം നമ്മൾ എന്താ പറയുന്നത്? അങ്ങനെ പോലൊന്നും ആകാൻ എനിക്ക് പറ്റില്ല എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാട് വേറെ കിടപ്പുണ്ട്. അതിലേക്ക് പോവാതെ, അതാണ് വഴികാട്ടി എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിലേക്ക് പോകാതെ മറ്റൊരാളുടെ പറമ്പിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ എങ്ങും എത്താതെ പോകുന്നത്. നമ്മുടെ വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ആ വഴിയിൽ എത്തപ്പെടാൻ പറ്റും. അല്ല, ആ വഴികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആ വഴിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിലോ? ആ വഴികളിലൂടെ സഞ്ചരിക്കാനല്ലോ നമ്മൾ നാടി നോക്കുന്നത്. നമ്മൾ ഒരാളോട് നമ്മൾ ചോദിക്കാൻ, എനിക്ക് ഈ വഴി പോകാൻ പറ്റുമോ? അപ്പോൾ യഥാർത്ഥ അയാൾ പറയും, നീ ഈ വഴി കൂടി തന്നെ പോയാൽ മതി. അതല്ല, ഈ വഴി കൂടി പോയാലും നിനക്ക് അവിടെ എത്തപ്പെടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും. സുഖമായിട്ടുള്ള വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നേരായ വഴികളിലൂടെ നമ്മൾ എത്തിപ്പെടുമെന്നുള്ളത് പൂർണ്ണമാണ്. ഈ പൂർണ്ണതയാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ നാഡിയിലൂടെ നമ്മൾ കണ്ടെത്തുന്നതും നമുക്കതിൻ്റെ അതാണ് പറഞ്ഞൊരു വഴികാട്ടിയാണ്. ഒരിക്കലും ഒന്നിനെ മാറ്റിമറിക്കാനോ നീ ഇന്നത് ചെയ്താൽ മതിയെന്ന് പറയുമ്പോൾ അത് ചെയ്യാൻ സന്നദ്ധരാകുന്നവരുടെ വിജയമാണ് വിശ്വാസം. അവിടെയാണ് ഈ വിശ്വാസത്തിനും നമുക്കൊരു ഉണർവ് വരുന്നത്. അതാണ് പറഞ്ഞത്, അവനവനെ ഒരു വിശ്വാസം ഉണ്ടാകുന്നെങ്കിൽ എത്രാമത്തെ വയസ്സിൽ താങ്കൾ ഇത്രയൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, ഇനി ഇത്ര വയസ്സ് വരെ അനുഭവിക്കാനുണ്ട്, അത് കഴിഞ്ഞാൽ താങ്കൾക്ക് മാറ്റം വരും. പണ്ട് ഇവിടെ ഒരാൾ വന്ന് ഇതുപോലൊരു ചോദ്യം ചോദിച്ചത്. അതായത് അയാൾ വളരെ കഷ്ടപ്പെട്ടിട്ടും, അപ്പോൾ അയാളോട് പറഞ്ഞു, നിങ്ങൾ 3 വർഷം വരെ നിങ്ങൾക്ക് ഈ കഷ്ടപ്പാട് കിടപ്പുണ്ട്,
ദുരിതം അനുഭവിച്ചതിന് ശേഷമല്ല നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അയാൾ എന്നോടൊരു കാര്യം ചോദിച്ചു, ഞാൻ ഈ 3 വർഷം ഭൂമി കിടക്കുന്ന മണ്ണെടുത്ത് വാരി കഴിക്കാൻ പറ്റില്ല, എനിക്കെൻ്റെ വിശപ്പ് കിടക്കില്ല, എനിക്കൊരു ജോലി ചെയ്യാൻ പറ്റണ്ടേ, എനിക്കാരും ജോലി ചെയ്യുന്നില്ല. ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, നാടിയിൽ പ്രവചിക്കുന്ന പ്രകാരം നിങ്ങൾ 3 വർഷം കഴിയുമ്പോൾ നല്ല കുബേരസ്ഥാനം പോലത്തെ ജീവിതമുണ്ട്. അയാൾ അത് ചിരിക്കുകയാണ് ചെയ്തത്. കാരണം വെച്ചാൽ അയാൾക്കറിയാം അയാളൊന്നും ആവില്ല, ഇത് വെറുതെ ഒരു വിഡ്ഢിത്തരം പറച്ചിലാണ് ഈ പറയുന്നതെന്ന് എൻ്റെ മുഖത്ത് നോക്കി തന്നെ പറയാണ്. അയാൾ ഇച്ചിരി മോശമായിട്ട് തന്നെ പുള്ളി പോവുകയും ചെയ്യും. 3 വർഷങ്ങൾക്ക് ശേഷം പുള്ളി ഒരു ദിവസം, ഞാനിപ്പോഴും ഓർക്കാം, ഒരു കാലം കൂടെ പിടിച്ച് പുള്ളി കയറി. പുള്ളി എന്നോട് ചോദിച്ചതെന്ന് വെച്ചാൽ എന്നെ മനസ്സിലായെന്ന് ചോദിച്ചു. അപ്പോൾ നല്ല സുന്ദരനായ മിടുക്കൻ ഒരാളാണ്, എനിക്ക് ഇത്ര വ്രതം കിട്ടിയത്. കാരണം 3 വർഷം കഴിഞ്ഞിട്ടുള്ള ആളെ കണ്ട് വ്രതം കിട്ടും. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാനിവിടെ വന്നിരുന്നതാണ്, അങ്ങേട്ടൊന്ന് വഴക്കടിച്ചിട്ട് പോയതാണ്, അതിനാദ്യമേ ക്ഷമ പറയുന്നു. ക്ഷമയൊന്നും പറയേണ്ട കാര്യമില്ല, എന്തിനു ക്ഷമിക്കുന്നു. അയാൾ ആ 3 വർഷം എന്ന് കഴിഞ്ഞ് അയാളെ ഒരാൾ അമേരിക്കയിൽ കൊണ്ടുപോവുകയും അയാൾ വളരെ അധ്വാനിച്ച് ജീവിച്ച് വളരെ ഉയർന്ന തലത്തിൽ ജീവിക്കുകയും ചെയ്തു. അയാൾ വർഷത്തിലൊരു പ്രാവശ്യം ഇവിടെ വരുമ്പോൾ എന്നെ വന്ന് ഇപ്പോഴും കാണാറുണ്ട്. അതിന് സാമ്പത്തികമായിട്ടോ ഒന്നും നമ്മളെ ചോദിക്കാറില്ല. പുള്ളിക്ക് എന്നെ കാണുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞത്, ഞാനല്ല, ആ ഗ്രന്ഥം പറഞ്ഞൊരു വാക്കാണ്. പുള്ളി പറഞ്ഞതെന്ന് അറിയാമോ, ഒരാളുടെ ജീവിതത്തിൽ മാറ്റിമറിക്കാൻ ഒരു ചൈതന്യത്തിനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ താങ്കളിലൂടെ നടക്കുന്ന ആ സംഭാഷണം അല്ലെങ്കിൽ ആ വചനം, അതാണ് എന്നെ മാറ്റാൻ പ്രേരിതമായത്. അപ്പോൾ ആ വഴികളൂടെ ഞാൻ സഞ്ചരിച്ചത് കൊണ്ട് ഞാനിന്നിവിടെ നിൽക്കുന്നു. അന്ന് നിങ്ങളെ ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണമെന്നും പറഞ്ഞ് പോയതാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ മാറ്റം, കുറച്ചു മുമ്പ് രാഹുൽ എന്നോട് ചോദിച്ചോ, ഒരു ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുള്ളൊരു ഉത്തരം ഞാൻ പറയുകയാണ്. അതായത് നമുക്ക് ജീവിതം മാറ്റിമറിക്കേണ്ട കാര്യമില്ല, നമ്മൾ സ്വാഭാവികമായിട്ട് ജീവിതം തന്നെ മാറ്റിമറിയും. പക്ഷെ അതുവരെ നമ്മൾ അനുഭവിക്കേണ്ട കുറേ വിഷയങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിൽ മാറില്ല. ജാതകം, ജനിച്ചവൻ്റെ കഥാവ്യാഖ്യാനമാണ് ജാതകം. അതൊരു കഥയാണ്. ഒരാൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ ജനിച്ച സമയത്ത് ആ 12 രാശികളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെയും ഗ്രഹാധിപന്മാരെയും അതിൻ്റെ ദിക്കുകളും ദൃശ്യങ്ങളും ഇതെല്ലാം ആ ഗ്രഹങ്ങൾ പരസ്പരം വീക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ അനുസരിച്ചായിരിക്കും അയാളുടെ ഓരോ കാലഘട്ടം നീങ്ങുന്നത്. ഇവിടെ ഒരു ചോദ്യം വരാം, ജനിച്ചപ്പോൾ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് ഓരോ വയസ്സുകൾ കഴിയുമ്പോഴും വ്യത്യാസം വരുമല്ലോ, ഇല്ലേ? വ്യത്യാസങ്ങൾ വരുമ്പോൾ ഗ്രഹങ്ങൾക്ക് മാറ്റം വരും. ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തെ ഗ്രഹനില ആയിരിക്കില്ല ഇന്നത്തെ ഗ്രഹനില, അല്ലെങ്കിൽ താങ്കൾ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഗ്രഹനില മാറും. അപ്പോൾ ഈ ഗ്രഹനില മാറുന്നതനുസരിച്ച് എൻ്റെ ജീവിതവും മാറണ്ടേ? ഇവിടെയാണ് ഈ ജ്യോതിഷത്തിൽ ചെന്ന് നമ്മൾ നോക്കിയിട്ട് ഇപ്പോൾ എൻ്റെ സമയം നല്ലതാണോ എന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ എൻ്റെ സമയം നല്ലതാണോ? ഇപ്പോഴത്തെ സമയമാണ് എൻ്റെ ചോദിക്കുന്നത്, നാളത്തെ സമയമല്ല. ഒരിക്കലും ഒരു വ്യക്തിയും ഒരിക്കലും ചെന്നിട്ട് എൻ്റെ കഷ്ടകാലം എപ്പോൾ വരുമെന്ന് ഒരിക്കലും ചോദിക്കാറില്ലല്ലോ. ഇല്ല. എനിക്ക് എന്നാണ് കഷ്ടകാലം ഉണ്ടാകുന്നത്, എനിക്ക് എപ്പോഴും നല്ല സമയം ഉണ്ടാകുന്നത് എപ്പോഴാണ്, അതെ, എൻ്റെ വിജയം എപ്പോഴാണ്, ഒരിക്കലും എൻ്റെ തോൽവി എപ്പോഴാണ്, എൻ്റെ പരാജയം എപ്പോഴാണെന്ന് ഒരിക്കലും ചോദിക്കില്ല. കാരണം എന്താ, അവൻ പരാജയപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമേ അവൻ ഈ ദൈവജ്ഞന്മാരുടെ അടുത്ത് എത്തപ്പെടുള്ളൂ. അതാ പറഞ്ഞത്, ജ്യോതിഷത്തിലും നാടിയിലൊക്കെ ആണെങ്കിലും നോക്കേണ്ടതായ സമയങ്ങളില്ല, വരേണ്ടതായ സമയങ്ങളിലല്ലാതെ നമുക്ക് ഒരിടത്തും എത്തപ്പെടാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, രാഹുൽ ഇന്ന് എനിക്ക് സമയമില്ല. അതെന്താന്ന് പറയായിരുന്നു, അല്ല എനിക്ക് ഒരു 10 മിനിറ്റ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് എനിക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ അത് ആ സമയം എനിക്ക് സമയമില്ല. അപ്പോൾ എൻ്റെ സമയമാകണമെങ്കിൽ രാഹുലിൻ്റെ സമയം കൂടി ആവണം. നമ്മൾ തമ്മിൽ ഒരു പരസ്പരം മീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ. ഇതെല്ലാം പ്രകൃതിയുടെ ഈ ഇവിടുത്തെ ശക്തി, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന ഒരു ശക്തിയുടെ ഒരു കാന്തിക വലയത്തിലാണ് നമ്മൾ കിടക്കുന്നത്. അത് ഞാൻ ഇവിടെ വരണമെങ്കിലും ഒരു നിയോഗമുണ്ട്. ആ നിയോഗമില്ലാതെ ഇവിടെ വരാൻ പറ്റില്ല, നമ്മൾ തമ്മിൽ കാണാൻ പറ്റില്ല. ഞാൻ രോഹിതാണെന്ന് ഓർത്തിട്ട് ഞാൻ രാഹുലിനോട് പറയാൻ, ഞാൻ രാഹുൽ അല്ലേന്ന് ചോദിച്ചു. എനിക്ക് രാഹുലാണ്, ഞാൻ രോഹിത് എന്ന് ചിന്തിച്ചിട്ട് രാഹുൽ എന്ന് വിളിച്ചത്. അപ്പോൾ ആ പേരിൽ പോലും നമ്മൾ തമ്മിൽ കാണണമെന്നും നമ്മൾ തമ്മിൽ സംസാരിക്കണമെന്നും ഇതിങ്ങനെ വരണമെന്നൊക്കെ നിയോഗമുണ്ട്, നേരത്തെ എഴുതപ്പെട്ടിട്ടുണ്ട്. അതിൽ ഞാൻ ചോദിച്ചല്ലോ, നേരത്തെ എടുത്തപ്പെട്ട് വീണ്ടും എന്താണ് എടുക്കേണ്ട കാര്യമെന്നാണ്. അപ്പോൾ അങ്ങേക്ക് ഇവിടെ അങ്ങാണ് വരുന്നത്. ഞാൻ ശരിക്കും രോഹിതാന്ന് ഓർത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എടുത്തതാണല്ലോ പിന്നെ എടുക്കണേ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറ ഉറപ്പിക്കുന്ന ഒരു സത്യമാണെന്നുള്ള കാര്യം താങ്കളും ഞാനും അറിഞ്ഞിരുന്നാൽ മതി. ഇതിലൂടെയാണ് നമ്മൾ ഒരു ജ്യോത്സ്യനെ കാണാൻ പോകുമ്പോഴും ആ ജ്യോത്സ്യൻ നിമിത്തങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. ആ നിമിത്തം അനുസരിച്ച് ആ ജ്യോതിഷൻ ആ വരുന്ന വ്യക്തിയുടെ കാര്യങ്ങൾ പറയുകയുള്ളൂ. എല്ലാം ജ്യോതിഷത്തിലൂടെ നമുക്ക് പറയാൻ പറ്റില്ല.
ചില നിമിത്തങ്ങൾ ആ ജ്യോതിഷത്തിലേക്ക് ആഡ് ചെയ്യും. അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. പ്രശ്നക്കാരനെ കാണാൻ പോകുന്നത് എന്തിനാ? നമുക്കൊരു പ്രശ്നമുണ്ട്, നമുക്കൊരു പ്രശ്നമുണ്ട്. അപ്പോൾ പ്രശ്നക്കാരൻ പ്രശ്നം ഉണ്ടാക്കാതിരിക്കണം അല്ലേ? അപ്പോൾ പ്രശ്നത്തെ അതിജീവിക്കാനായിട്ട് അയാൾ തരുന്ന സൊല്യൂഷൻ നമ്മൾ സ്വീകരിക്കാനായിട്ട് നമുക്ക് തയ്യാറാകണം. പ്രശ്നക്കാരനും പ്രശ്നകനും, പ്രശ്നമുള്ള ആളാണ് നമ്മളെങ്കിൽ പ്രശ്നം തീർക്കാൻ ചെല്ലുന്ന ആളാണ് ചെല്ലുന്ന ആ വ്യക്തിയാണ് ജ്യോത്സ്യൻ. അപ്പോൾ ജ്യോത്സ്യൻ ഒരിക്കലും മറ്റുള്ളവരുടെ മനസ്സിനെ പ്രശ്നമാക്കി വിടുന്ന തലത്തിലേക്ക് ആവാതിരുന്നാൽ മതി. ഒരു സൈക്കോളജിസ്റ്റും ഒരു നല്ല ജ്യോതിഷനും തുല്യമാണ്. പക്ഷേ ജ്യോതിഷം പോലെയല്ലല്ലോ ഈ ഗ്രന്ഥം. അല്ലല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഗ്രന്ഥവും ജ്യോതിഷവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗ്രഹങ്ങളെയും നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയും ബാധ, ഭൂത, പിശാച് ഇങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഇന്നതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് സമർപ്പിക്കുമ്പോൾ നമ്മൾ ആരായിരുന്നു എന്നുള്ളൊരു അന്വേഷണത്തിൻ്റെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്ന ഒരു വ്യവസ്ഥയാണ് ഗ്രന്ഥം. വസിഷ്ഠ മഹർഷി വന്നിരിക്കുന്ന വ്യക്തിയുടെ കഥ വായിക്കുമ്പോൾ മഹർഷി പറയുന്നുണ്ട്, ഇന്ന സമയത്ത് ഇന്ന നക്ഷത്രത്തിൽ ഇദ്ദേഹം ഇവിടെ എത്തും. ഇദ്ദേഹത്തിൻ്റെ കഥ അത് എപ്പോഴും വായിക്കുന്നത് ഇങ്ങനെ, നിങ്ങൾ ജനിക്കാൻ പോവുകയാണ്, 458 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ജനിക്കാൻ പോവുകയാണ്. അപ്പോൾ 458 വർഷം മുമ്പാണ് നമ്മൾ മഹർഷിയുടെ അടുത്ത് ഇരിക്കണം എന്ന് ഓർക്കണം. അപ്പോൾ പറയും, നീ ജനിക്കാൻ പോവുകയാണ്, നീ ഇന്ന സ്ഥലത്ത് ജനിക്കും, നീ ഇന്ന യോനിയിൽ ഗർഭഗൃഹത്തിൽ പ്രവേശിക്കപ്പെടും, അന്ന് നിൻ്റെ അമ്മയുടെ പേരിതാണ്, നിൻ്റെ അച്ഛൻ്റെ പേരിതായിരിക്കും. ഇതെല്ലാം മഹർഷി നേരത്തെ പറയുകയാണ്, ആത്മാവിനോടാണ് പറയുന്നത്. അപ്പോൾ ഓൾറെഡി ആത്മാവ് ഇവിടെ ഉണ്ട്, ഈ ബോഡി ഇരിപ്പുണ്ട്. അപ്പോൾ ആ ബോഡി അപ്പം മഹർഷിയുടെ മുമ്പിൽ അജ്ഞാതമാണ്. അതിനുശേഷമാണ് കഥകൾ ഇങ്ങനെ ഓരോന്നോര് വരുമ്പോൾ ഞാൻ അനുഭവിച്ച കഥകൾ ഇതൊക്കെയാണല്ലോ എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാകുമ്പോഴാണ് ആ വ്യക്തി ആ ഗ്രന്ഥവുമായിട്ട് കണക്റ്റ് ആകുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങ് വായിച്ചതിൽ കൂടുതൽ ജന്മങ്ങൾ എടുത്ത മനുഷ്യരെ അറിയാമോ? ഒന്നിൽ കൂടുതൽ ജന്മങ്ങളെടുത്തു. മരിച്ചു പോയിട്ട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പിന്നെ മരിച്ചവർ പുനർജനിച്ചതും ആ കുടുംബത്തിലെ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രായമായിട്ട് ജനിച്ചവരൊക്കെ വീണ്ടും വീണ്ടും ജനിക്കുന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അതിൽ അനുഭവസ്ഥലമാണ്, തെളിവുകളുമുണ്ട്. അതായത് ഇപ്പോൾ എൻ്റെ ജന്മം ഇപ്പോൾ 2026 ഇതിനു മുമ്പിട്ട് ഞാനൊരു 100 വട്ടമെങ്കിലും ജനിച്ച് കാണില്ലേ എൻ്റെ 100 മനുഷ്യനായിട്ടോ? മനുഷ്യനായിട്ട് 100 വട്ടം ജനിക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ജന്മം കഴിഞ്ഞാൽ നമ്മൾ അനേകായിരം മറ്റ് ജന്മങ്ങൾ എടുക്കണം. ഇപ്പോൾ കാൽച്ചോട്ടിൽ കിടക്കുന്ന ഒരു ഉറുമ്പുണ്ടെങ്കിൽ അവൻ്റെ ജന്മത്തിൻ്റെ ഏതോ ഒരു പാത നടക്കുന്നുണ്ട്, പരിഹാരമായിട്ട് അവൻ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോയി അവന് ഒരു പുണ്യം, ഒരു പരിഹാരത്തിൻ്റെ, യഥാർത്ഥ പരിഹാരത്തിൻ്റെ ജന്മത്തിലേക്ക് അവൻ കിടക്കണമെങ്കിൽ അവന് ഒരുപാട് പ്രവേശങ്ങൾ നടത്തി അവനൊരു മനുഷ്യ ജന്മത്തിലേക്ക് കിടക്കും. ഈ മനുഷ്യനാണ് പാപകർമ്മങ്ങളൊന്നും ചെയ്യാതെ ശുദ്ധമായിട്ട് പ്രാർത്ഥനാ കാര്യങ്ങൾ, പ്രാർത്ഥന എന്ന് വെച്ചാൽ നമ്മളുടെ ചൈതന്യത്തിനെ ശുദ്ധീകരിക്കുന്ന കർമ്മങ്ങളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾക്ക് പുനർജന്മം ഇല്ലാതിരിക്കും, അല്ലെങ്കിൽ വീണ്ടും ജനിക്കും. അങ്ങനെയാണെങ്കിൽ എത്ര മനുഷ്യർക്ക് പുനർജന്മം ഇല്ലാതിരിക്കണം? ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ മനുഷ്യരും അപൂർവമാണ് പുനർജന്മമില്ലാത്ത. ഞാൻ പറഞ്ഞല്ലോ, ഞാനും താങ്കളും വിശ്വസിക്കുന്ന ഒരു ശക്തിയിലെ ആ ശക്തി പറയുകയാണ്, നിനക്ക് ഇനി ഈ മോഹങ്ങളുണ്ടാവും, മരണാനന്തര മോഹങ്ങളും മോഹങ്ങളില്ലാത്ത അവസ്ഥയും ഉണ്ടാവും. ഈ അമ്മൂമ്മമാരൊക്കെ പറയും, എൻ്റെ ഭഗവാനെ ഇനി ജനിക്കില്ലേ, ഇനി ജീവിപ്പിക്കല്ലേ എന്ന് പറയും. എന്നിട്ട് എന്നെ രക്ഷിക്കണമെന്ന് പറയുന്നതും എന്നെ ഇത് അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്ഷിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ആ രക്ഷ എന്തിലേക്കാണ് പോകുന്നത്? മറ്റൊരു ജീവിയിലേക്ക്, മറ്റൊരു ബോഡിയിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ ബോഡി കൊണ്ട് അയാൾ എന്തൊക്കെ നല്ലത് ചെയ്യുന്നു, അങ്ങനെ ചെയ്ത് ഈ നമ്മൾ ഒരു ചൈതന്യത്തിൽ നിന്നും ഒരു ബോഡിയിലേക്ക് അപ്പോൾ അത് മലയാളത്തിൽ പറയുമെങ്കിൽ ഈ ഭൂമിയിലേക്ക് വരുവാണെങ്കിൽ, നമ്മളെല്ലാം ഭൂമിയിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ ഭൂമിയിൽ ജീവിക്കുകയാണെങ്കിൽ ഭൂമിയിലേക്ക് വരുമ്പോൾ, ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ എവിടെയായിരുന്നു അല്ലേ? ഒരിക്കലും ഒരു പിടുത്തം കിട്ടാത്തൊരു ചോദ്യമാണ്, നമ്മൾ എവിടെയായിരുന്നു. പോട്ടെ, രാഹുൽ ജനിക്കുന്നതിന് മുമ്പ് രാഹുൽ എവിടെയായിരുന്നു? ഇവിടെ എവിടെയെങ്കിലും നമ്മൾ കാണും. ഇതേ നമുക്ക് പറയാൻ പറ്റുള്ളൂല്ലോ. അതെ, ശരി. നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നു, നമ്മൾ ഓർക്കുന്നുണ്ടോ? ഇല്ല. അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന ആ അവസ്ഥ നമ്മളിപ്പോൾ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റില്ല. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി
ആദ്യമായി ജന്മം കൊള്ളുന്നത് ആദ്യത്തെ വായു പ്രവേശിക്കുമ്പോഴാണ്. അതാണ് ഈ ശ്വാസം എടുക്കുന്നതാണ് ജന്മം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് യോനിമുഖത്തു നിന്ന് പുറത്തിറങ്ങി ആദ്യത്തെ ശ്വാസം എടുത്തപ്പോൾ ജനനമെടുത്തു. അതുകൊണ്ടാണ് ഈ ജാതകത്തിലേക്ക് എഴുതുമ്പോൾ സമയം അവർ ആ ശ്വാസം എടുക്കുന്ന സമയം, ഡോക്ടർമാരാണെങ്കിലും നഴ്സുമാരാണെങ്കിലും പഴയ വൈറ്റാറ്റുമാരാണെങ്കിലും കുഞ്ഞിനെ രക്ഷിക്കാനേ നോക്കുകയുള്ളൂ. അപ്പോൾ കുഞ്ഞിനെ പുറത്തെടുത്ത് കഴിഞ്ഞിട്ടാണ് സമയം മറ്റു കാര്യങ്ങളൊക്കെ പറയുള്ളൂ. അപ്പോൾ ആദ്യമേ ആ കൊച്ചു ശ്വസിക്കുമ്പോൾ അവിടെ ജനനം നടന്നു. ഓക്കെ, ഞാൻ വിഷയം പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ജനിച്ചു, പുറത്തിറങ്ങി, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മളെ എടുത്തതാരാണ്, നമ്മളെ വളർത്തിയതാരാണ്, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. അച്ഛൻ അമ്മ ഇവരെല്ലാം നമ്മളെ നോക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതം തന്നെ എത്ര വയസ്സ് വരെയാണ്? ഒരു 50 ജീവിക്കുന്നത്, നമ്മൾ മര്യാദയ്ക്ക് നല്ലോണം ജീവിക്കുന്ന എത്ര വയസ്സ് വരെ? ഞാൻ അതാ പറഞ്ഞത്, ഇപ്പോൾ ഒരു 10-14 വയസ്സ് വരെ, 12 വയസ്സ് വരെയും ശരിക്കും നമ്മൾ സുഖകരമായ ജീവിതം നയിക്കും. പിന്നെ വിദ്യാഭ്യാസ കാലഘട്ടം, മാനസിക സംഘർഷങ്ങൾ, പഠനകാര്യങ്ങളിലേക്ക് വേണ്ടിയുള്ള യാത്രകൾ, ഇതെല്ലാം കഴിഞ്ഞ് അതാണ് കുതിരപ്രായം എന്ന് പറയും. ഈ കുതിരയുടെ അവസ്ഥ പറഞ്ഞാൽ 10-32 വയസ്സ് വരെയും കുതിരയാണ്. എവിടെയും ചാടി എന്തും ചെയ്തെടുക്കുവാനൊക്കെ സാധ്യമാകുന്ന പ്രായമാണ് ഒരു 32 വയസ്സ് വരെ. ഇപ്പം പറഞ്ഞ 32 വയസ്സ്. ഈ 32 വയസ്സ് കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ താളങ്ങൾ പതുക്കെ മാറാൻ തുടങ്ങും. എന്തുകൊണ്ടാണ്? അവൻ കഴുതയുടെ ഭാരമാണ്, പിന്നെ കഴുത ജന്മമാണ്. അപ്പോൾ കഴുത എന്ന് പറഞ്ഞാൽ ഭാരങ്ങൾ ചുമക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതെല്ലാം ഒരു മനുഷ്യൻ കടന്നു പോകണം. ജീവിതഭാരങ്ങൾ മുഴുവൻ എടുക്കുകയാണ്. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൻ്റെ കർമ്മഫലങ്ങൾ താൻ അനുഭവിക്കപ്പെടാനായിട്ടാണ് ഭൂമിയിൽ ജനിച്ചതെന്നും ആ കർമ്മഫലങ്ങൾ തീർത്തതിന് ശേഷമേ ഞാൻ ഈ ദേഹം വിടുകയുള്ളെന്നും അതുവരെ ഞാനിങ്ങനെ അനുഭവയോഗങ്ങളുമായിട്ട് നടക്കണമെന്നും വിധിക്കപ്പെട്ടിരിക്കുന്നൊരു വസ്തുവാണ് താങ്കളും ഞാനും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞല്ലോ, ജന്മാന്തരങ്ങൾക്കപ്പുറത്ത് ഞാൻ എവിടെയായിരുന്നുള്ളൊരു അന്വേഷണമാണ് നമ്മുടെ ഈ നാഡിയിലൂടെ നമ്മൾ കണ്ടെത്തുന്നത്. അതൊരു വിശ്വാസവും കൂടിയാണ്. അതെ, വിശ്വാസമില്ലാതെ വെറുതെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഒന്നും പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ വിശ്വാസമുള്ളവർക്കാണ് നാഡീഗ്രന്ഥവുമായിട്ട് എളുപ്പം മിങ്കിൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ പൂർണ്ണത കിട്ടുള്ളൂ. അത് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യമേ ഓർമ്മ വന്നത് നമ്മുടെ മോഹൻലാലിൻ്റെ സിനിമയിൽ മോഹൻലാൽ ചോദിക്കുന്നത് ആരാണ് നീ, നമ്മളെല്ലാം തിരയുന്നത് ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ആ ഞാൻ ആരാണ് എന്നുള്ളൊരു അന്വേഷണമാണ് ഇവിടെ അവസാനിക്കുക. നമ്മൾ ആരാണ്, നമ്മളെന്തായിരുന്നു, നമ്മുടെ കർമ്മം എന്താണ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുന്നത്, ഇനി നമ്മൾ എങ്ങോട്ടാണ് എന്ന് പറഞ്ഞു തരും. പറയും നമ്മുടെ യാത്ര. അതിലെ നമ്മൾ ഈ ദേഹം വിടുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ചെയ്യും, എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ വ്യക്തമായിട്ട് നമുക്ക് ഒരു ഉത്തരം കിട്ടും. ജനിച്ചിട്ടില്ലാത്തൊരു കുട്ടിയുടെ ജീവിതം പറയാൻ കഴിയും? ജനിച്ചിട്ടില്ലാത്ത കുട്ടിയുടെ കാര്യം പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവൻ്റെ ഈ ഭൂമിയിലാണല്ലോ ആത്മയോഗങ്ങളെല്ലാം ദേഹം സഞ്ചരിച്ച് നടക്കും. മറ്റതൊക്കെ ആത്മീയമാണ്, വെറുതെ ഒരു ശരീരമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്ന ദൈവിക കണങ്ങളാണ്. അവരെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ എൻ്റെ ഇനി വരാൻ പോകുന്ന ജീവിതം, അന്ന് ഞാൻ ജനിച്ചിട്ടില്ല, അത് പറയും. നമ്മൾ എവിടെയാണ് ജനിക്കുന്നത്? ഞാൻ ഇരിക്കുന്നെങ്കിലും എൻ്റെ ആത്മാവ് ഒരു അടുത്ത ജന്മത്തിൽ ഒരു കുട്ടിയായിട്ട് ജനിക്കുമ്പോൾ ഇതുവരെ ജനിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ അതിലെ പറഞ്ഞത്, നമ്മൾ ഇനി ഒരാൾ അത് ഒരു അമ്മയോടോ ഒരു അച്ഛനോടോ അല്ലെങ്കിൽ അവർക്ക് കുട്ടികളില്ലാത്തവർക്ക് അല്ലെങ്കിൽ അവരുടെ കുട്ടികൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അവർ വന്ന് വായിക്കുമ്പോഴായിരിക്കും ആ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതിൽ ജനിക്കും. അപ്പോൾ ജനിക്കാൻ പോകുന്ന വ്യക്തിയെക്കുറിച്ച് ഒരു വ്യക്തി നമ്മളോട് ചോദിച്ചാൽ ആ വ്യക്തിയെക്കുറിച്ച് ആ ആത്മാവിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും, നാടിയോട് കിട്ടും. പക്ഷേ അത് ഒരിക്കൽ ജനിച്ചിട്ട് നഷ്ടപ്പെട്ടു പോയ ആത്മാവായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഫ്രഷായ ഒരു ആത്മാവിനെ ഒരിക്കലും നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു 7-8 വയസ്സുള്ള മകനോ മകളോ നഷ്ടപ്പെടുന്നു. അത് പിന്നീട് അവരുടെ കുട്ടി എവിടെയാണ് എന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആത്മാവ് എവിടെയാണ് എന്ന് ഒരു അനുഭവത ഇവിടുത്തെ ഒരു എടപ്പള്ളി ലോകം കൊണ്ടുള്ള ഒരു കുട്ടിയാണ്. ഇവരുടെ 11 വയസ്സുള്ള കൊച്ചിന് 11 വയസ്സുള്ള കുട്ടിക്ക്. അപ്പോൾ അവൻ നല്ല വീട് വയ്ക്കണം, സഞ്ജയ് എന്നോ എൻ്റെ പേരെന്നോ, എൻ്റെ പേരിടണം, ആ വീടിന് എൻ്റെ പേര് കിടണമെന്ന് പറഞ്ഞു. ഒരു ചെറിയ പനി വന്നതാണ്. ആ പനി വന്ന് ആ കുട്ടി മരിച്ചു.